ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിനെ ചൊല്ലിയുള്ള സമരങ്ങളും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂരിൽ നടത്തിയിട്ടുള്ള സമരം കുറച്ച് കടന്നു പോവുകയും വീണ ജോർജിൻ്റെ കഴുത്തിന് പരിക്കേറ്റ് അവർ ആശുപത്രിയിലാവുകയും ചെയ്തു. അതേ ചൊല്ലി പിന്നീട് അത് വലിയ തോതിൽ വികസിക്കുന്നതാണ് നാം കാണുന്നത്. ആ വിഷയം അക്രമാസക്തമായ സമരം നടത്തിക്കൊണ്ട് കേരളത്തെ കലാപഭൂമിയാക്കാൻ പ്രതിപക്ഷ യുവജന സംഘടനകൾ ശ്രമിക്കുന്നു എന്ന മട്ടിൽ CPIM അതിനെ എടുക്കുകയും, എന്നാൽ അത്തരമൊരു അക്രമ സംഭവം ഉണ്ടായിട്ടില്ല, അത് അനാവശ്യമായി പൊലിപ്പിക്കുകയാണെന്ന മട്ടിലുള്ള പ്രതിരോധവുമായി ഇവർ രംഗത്ത് വരികയും ചെയ്യുന്നു. അപ്പോൾ അത് സത്യത്തിൽ ഒരു ആക്രമണ സമരമായിരുന്നോ, അതിൽ മന്ത്രിക്ക് പരിക്കേറ്റോ, അതോ മന്ത്രി ഇപ്പോഴത്തെ വിവാദങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു പ്ലേ ഇടുകയാണോ എന്നൊക്കെ തരത്തിലുള്ള വലിയ ചർച്ച സോഷ്യൽ മീഡിയയിലും പുറത്ത് നടക്കുന്നു. ഇന്നൊരു പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ടോപ്പ് ഹെഡ്ലൈൻ വീണ ജോർജുമായി ബന്ധപ്പെട്ട ആ സംഗതിയാണ്. അതിൻ്റെ പകരമായിട്ടുള്ള മുദ്രാവാക്യം വിളികളും പ്രകടനങ്ങളും പ്രതികാര വാഞ്ച ഉയർത്തിക്കൊണ്ടുള്ള സംഗതികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഒന്ന്, ഈ സമരം അതിര് കവിഞ്ഞു പോയോ? അതിൽ ഒരു മന്ത്രിയോട് ചെയ്യുന്ന സമരത്തിൻ്റെ ഒരു അതിർ വരുമ്പോൾ അത് പാലിച്ചില്ലേ എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അതോ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണെന്നുള്ള ചോദ്യം അവിടെയുണ്ട്. രണ്ടാമത്, പോലീസ് അതിനെടുത്തിരിക്കുന്ന FIR ആണ്. ആ FIRനകത്ത് പോലീസ് പറഞ്ഞൊരു കാര്യം, ഏതോ ആയുധവുമായി കൊല്ലടാ അവരെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ മന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തു എന്നാണ്. ആയുധമൊന്നും നമ്മളവിടെ കണ്ടിട്ടില്ല, കലാപാഹ്വാന സ്വഭാവത്തിലുള്ള പ്രവർത്തനം നടത്തിയതാണ്. അപ്പോൾ ഒരു പോലീസ് എക്സസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനും അവിടെയുണ്ട്. ഇത്തരമൊരു പ്രതിപക്ഷ യുവജന സംഘടനയുടെ ഒരു സമരത്തെ ഇങ്ങനെ കൊല്ലാൻ വന്നവർ, മാരകായുധങ്ങളുമായി വന്നവർ എന്നൊക്കെയുള്ള നിലയ്ക്ക് സമീപിക്കുന്നില്ല പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് പല ഡയമെൻഷൻസുള്ള വിഷയമാണ് അത്. അതിനകത്ത് ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ഇതാണ്: സത്യത്തിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു സമരം എന്ന നിലയ്ക്ക്, ഒരു ആരോഗ്യകരമായ സമരമായി അതിനെ ബിൽഡ് ചെയ്യുന്നതിൽ ലെഫ്റ്റിന് പാളിപ്പോവുകയും ഇപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് സർക്കാർ എടുക്കുകയും ചെയ്യുന്നുണ്ടോ? അതിനകത്ത് ജനങ്ങൾ അതിനെ കാണുന്നത് എങ്ങനെയാണ്? ആളുകൾ കൺഫ്യൂസ്ഡ് ആണോ? പല കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ളത് മീഡിയ വൺ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജിമ്മി ജെയിംസ് കൂടിയാണ്. ജിമ്മിക്ക് എന്താണ് തോന്നുന്നത്? സത്യത്തിൽ ഇത് ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു അനഭിലഷണീയമാം വിധം ആക്രമിക്കപ്പെട്ടുവെന്ന് കേരളത്തിൻ്റെ പൊതുബോധമാകെ വിചാരിക്കുന്നുണ്ടോ? അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ സമരം അതിര് വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിര് വിട്ടില്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങൾ, ഇതിന് മുമ്പ് നടന്ന ദിവസങ്ങളിൽ വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തെ അവരെ കരിങ്കൊടി വീശി കാണിക്കാൻ വരുമ്പോൾ ഇനി പോലീസ് വേണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന മട്ടിൽ അവർ പറഞ്ഞത് ഓൺ റെക്കോർഡാണല്ലോ. ഇതിനു മുമ്പും മന്ത്രിമാർക്കെതിരെ നടക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ സമരത്തെ എങ്ങനെയാണ് DYFIയും SFI ആളുകളും ഇറങ്ങി അടിച്ചിട്ടുള്ളത്? അപ്പോൾ മന്ത്രിക്ക് കൈവച്ചാലും മന്ത്രിയെ കൈവച്ചില്ലെങ്കിലും മന്ത്രിക്കെതിരായ, മന്ത്രിമാർക്കെതിരായ ഏത് സമരത്തെയും കേരളത്തിലെ ഇടതുപക്ഷം സർക്കാർ അവരുടെ പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ആക്രമിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടോ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം സംഭവം കൈവയ്ക്കും എന്നുള്ളത് നേരത്തെ തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞൊരു സംഭവമുണ്ട്. അത് വളരെ മുമ്പേ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. 2, വീണ ജോർജിനെ, മന്ത്രിയെ കൈവച്ചോ എന്നുള്ളൊരു വിഷയം. ആ ദൃശ്യങ്ങളിൽ തന്നെ ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞ് വീണ ജോർജിനെ കൈവച്ചിട്ടില്ല. അത് വ്യക്തമാണ്. ഇനി അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഏറ്റവും അവസാനം ഇറങ്ങിയ വീഡിയോ പടവും 8 നിലയിൽ പൊട്ടി, ആ സിനിമയും പൊട്ടി. ഒരു തരത്തിലും അവിടെ ആരും അങ്ങോട്ട് പോയിട്ടില്ല. ആകെ 2 പേരായിരുന്നു. ഒരു വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു കോൺഗ്രസ് KSUക്കാരനുണ്ടായിരുന്നു. അയാളും ക്യാമറയായിട്ട് നീങ്ങുന്നു, പക്ഷേ അയാൾക്കൊന്നും അടുത്തെങ്ങും എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഒന്ന്, മന്ത്രിക്കെതിരെ എന്തെങ്കിലും പൊതുപരിപാടികളിൽ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഞങ്ങൾ കായികമായി കൈകാര്യം ചെയ്യുമെന്ന് DYFI പോലുള്ള സംവിധാനങ്ങളും മന്ത്രി തന്നെയും പറയുന്നൊരു സാഹചര്യം ഓൾറെഡി നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനു മുമ്പ് പല സ്ഥലത്തും യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലുകൊണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ. അതൊന്ന്. 2, ഇത്തവണ കോൺഗ്രസ്സുകാർ അങ്ങനെ കൈവച്ചു എന്ന് CPM ആരോപിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ മന്ത്രിയുടെ കഴുത്തിന് എന്തു പറ്റി എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാർ പറയുന്നു വളരെ സീരിയസ് ആയിട്ടുള്ള കുഴപ്പമാണ്, ഒരു കഴുത്തിലേറ്റ ഒരു മർദ്ദനത്തിൻ്റെ ഭാഗമായി എന്നാണ്. ഇനി പോട്ടെ, ആ ബഹളത്തിനിടയ്ക്ക് മന്ത്രിയെ പിടിച്ചൊന്ന് തള്ളി എന്ന് തന്നെ ഇരിക്കട്ടെ. തള്ളിയാൽ ഇത്രയും വലിയ അപകടം ഉണ്ടാകുമോ? മന്ത്രി ICUവിലായി പോകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ഡോക്ടർമാർ പറയേണ്ട കാര്യമാണ്. ഒരു പക്ഷേ വീണ ജോർജിന് മുമ്പ് ഒരു അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട്, കഴുത്തിനൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കുറച്ച് മോശം ശാരീരിക സ്ഥിതിയുള്ള ആളായിരിക്കാം. ഈ തള്ളിനിടയ്ക്ക് ചിലപ്പോൾ കഴുത്തിൽ നിന്ന് ഉളുക്കിയിട്ടുണ്ടാവാം. അപ്പോഴും അടുത്ത ചോദ്യമുണ്ട്, 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോം വരെ എത്തുന്നു, അവിടെ വരെ കുഴപ്പമൊന്നുമില്ല, അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാകുന്നു. ചിലപ്പം അസുഖം അങ്ങനെ ആയിരിക്കാം വരുന്നത്, പെയിൻ അപ്പോഴായിരിക്കും റേഡിയേറ്റ് ചെയ്യപ്പെടുക, അതൊക്കെ ശരി. പക്ഷേ ഇത്തരം പരിപാടികൾ എല്ലാ കാലത്തും കേരളത്തിൽ, ഇപ്പോൾ മന്ത്രിയുടെ പൊതുചടങ്ങുകളിലും മന്ത്രി കാറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കരിങ്കൊടി കാണിക്കാം, മന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ കരിങ്കൊടി കാണിക്കാൻ പാടില്ല. അത് ആരെഴുതിയ നിയമമാണ്? ഇവിടെ
ഒരു മുൻ അംബാസഡറെ ചൗക്കുറ്റിക്ക് അടിച്ച് താഴെ ഇട്ട ഒരു സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അന്നെന്തായിരുന്നു ന്യായം? മുഖ്യമന്ത്രിക്ക് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് പോലീസ് എറിഞ്ഞ കല്ല് എന്തോ തെറിച്ചെന്നോ പിന്നെ കറങ്ങി തിരിഞ്ഞ് സമ്മർസൗട്ട് അടിച്ച് ഒരു പ്രത്യേക രീതിയിലെ കല്ല് പോയി കാറിനകത്ത് കൃത്യം ഉമ്മൻചാണ്ടിയുടെ നെറ്റിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ കാലത്തും ഓരോ ന്യായമാണ്. ഇപ്പോൾ പല മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്ന ന്യായം മന്ത്രി ട്രെയിനിൽ പോകാൻ സമയത്ത് കരിങ്കൊടി കാണിക്കാൻ പറ്റില്ല എന്നാണ്. അതിപ്പോൾ ഉണ്ടാക്കുന്ന പുതിയ നിയമമാണോ? ശരി, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നമുക്ക് അങ്ങനെ നിയമം വയ്ക്കാം. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയല്ല. കേരളത്തിൻ്റെ ഇതിൽ വണ്ടി കത്തിച്ചിട്ടുണ്ട്, ബസ്സിന് കല്ലെറിഞ്ഞിട്ടുണ്ട്, മന്ത്രിമാരെയൊക്കെ എവിടെ വേണേൽ തടഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വെടിവെപ്പ് വരെ ഉണ്ടായി, ആളുകൾ മരിച്ച സംഭവം പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ചരിത്രമുള്ള ഒരു പശ്ചാത്തലം ഉണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു നിയമമൊന്നും ആരും ഇപ്പോൾ തൽക്കാലം പറയണ്ട. ചുരുക്കത്തിൽ ഈ കാര്യത്തിൽ അടുത്ത 5 ദിവസത്തെ നറേറ്റീവ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു CPM-ൻ്റെയും സർക്കാരിൻ്റെയും നല്ല ഗംഭീരമായ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ ജോർജിനെതിരെ അതിൽ അവർ പ്രതിദാനം ചെയ്യുന്ന ആരോഗ്യവകുപ്പിനെതിരെ വളരെ വലിയ ആക്ഷേപം പല രീതിയിലുണ്ടായി വരുന്നു. അത് ശരിയോ തെറ്റെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ആ നറേറ്റീവ് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളെ തിരിച്ചു വയ്ക്കാനുമാണ് ഇപ്പോൾ ഈ സമയത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി അതുമാത്രമല്ല, ആ നറേറ്റീവ് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം എടുത്ത് നോക്കൂ. ഇന്നലെ രാത്രി പ്രധാനപ്പെട്ട DYFയുടെ നേതാക്കളുടെ നേതൃത്വത്തിലുണ്ടായ പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യം പറയാൻ കൊള്ളില്ല, അത്രയും മോശമായ. എന്നാലും വീട്ടിൽ ഭർത്താവില്ലാത്ത നേരത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മുദ്രാവാക്യം തുടങ്ങുന്നത്. ഇങ്ങനെയല്ല എൻ്റെ വാക്ക്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുക, പാർട്ടി ഓഫീസുകൾ അടിച്ചു തീർക്കുക, കോൺഗ്രസ്സുകാരെയും കേസുകാരെയും തല്ലുമെന്ന് പറയുക, ഇങ്ങനെ അടുത്ത 5 ദിവസത്തേക്ക് നറേറ്റീവ് മാറ്റാനുള്ള ശ്രമമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാം, ഇങ്ങനെ മുദ്രാവാക്യമൊക്കെ വിളിക്കാം, അടിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ കരിങ്കൊടിയുമായി പോയി അവരുടെ അടുത്തുപോലും വന്നിട്ടില്ല എന്ന് വ്യക്തമായി. എന്നിട്ടും ഇത് വലിയൊരു പ്രശ്നമാക്കി പറ്റുകയാണ്. ഇനി അവസാനം ഈ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോൾ അറിയാം സത്യത്തിൽ വീണ ജോർജിന് മന്ത്രിക്ക് എന്തായിരുന്നു പ്രശ്നം. അതൊരു പ്രൊലോങ്ങേറ്റഡ് പഴയ അസുഖത്തിൻ്റെ ബാക്കിയാണോ, ഈ ഉന്തിനത്തിനിടയ്ക്ക് ചെറിയൊരു ജർക്ക് സംഭവിച്ചു വന്നാണോ, അതോ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷേ അതൊക്കെ വരുമ്പോഴേക്കും ഈ വിഷയം കഴിഞ്ഞിരിക്കും. അടുത്ത 5 ദിവസമാണ് വിഷയം. ആരോഗ്യവകുപ്പിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ മിഷൻ. ആ മിഷനാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല പക്ഷേ ജനം അത് വിശ്വസിച്ചിട്ടുണ്ട്. രാജ്യം ആ സീൻ തിരിക്കുന്നതിലുള്ള ശ്രമം എന്ന് പറയുമ്പോൾ അതിൻ്റെ മെറിറ്റ് മാറ്റി നിർത്തിയാൽ അത് വിജയിച്ചിട്ടുണ്ടോ? ആൾക്കാർ മൊത്തത്തിൽ അത് കുഴപ്പമാക്കിയല്ലോ, ഇത് യൂത്ത് കോൺഗ്രസ് കൊണ്ട് കളഞ്ഞല്ലോ, അവർ എന്താ പരിധി വിട്ടു പോയല്ലോ എന്ന മട്ടിൽ കാര്യങ്ങളെ ഒന്ന് മാറ്റാൻ പറ്റിയോ? അല്ല, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ 2 ദിവസമായി 2-3 ദിവസമായിട്ടുള്ളൂ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള CPM സൈബർ വിങ്ങിൻ്റെ പ്രചാരണം അതിൻ്റെ ഏറ്റവും പീക്കിലാണ്. കാരണം ഇതുവരെ പിന്നോട്ട് നിന്നു എന്ന് പരാതി അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പാർട്ടി ഇത്ര സ്ട്രോങ് ആയിട്ട് ഇടപെടാത്തത്? കനകോലു എഫക്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ പരിദേവനങ്ങളുടെ ഒരു പ്രളയമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമായി CPM കണ്ടൻറ്റുകൾ ഇങ്ങനെ ഒരു മലവെള്ളപ്പാച്ചിൽ മാതിരിയാണ് സാമൂഹ്യ, അല്ലെങ്കിൽ ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും എവിടെയും അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് നല്ല കാര്യമാണ്. കാരണം അവരുടെ ഒരു നറേറ്റീവ് അവർക്ക് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അവർ പരമാവധി പണിയെടുക്കട്ടെ, അത് ഏത് രീതിയിലാണ് പണിയെടുക്കട്ടെ. കാരണം വെച്ചാൽ ഇതുവരെ നമ്മൾ ശ്രദ്ധയിൽ വരാത്ത പ്രൊഫൈലുകൾ അവർക്ക് ആയിരക്കണക്കിന് വ്യൂസും ലൈക്കും കമൻറ്റുകളൊക്കെ വരുവാണ്. ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, അതായത് CPM സൈബർ വിങ്ങിൻ്റെ ഭാഗമായി ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ ഐഡികൾ 3000-ഉം 4000-ഉം ലൈക്കും കമൻസും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുവാണ്. പുഷ് ചെയ്യാനുള്ള ഓപ്ഷൻ അത് പുഷ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? അവർ പണിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു, അത് ആസൂത്രിതമായി പണിയെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പണിയെടുക്കുമ്പോഴും ഉള്ള ഒരു പ്രശ്നം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടാണ്. കാരണം ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ ഒരു ടൈമിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും ന്യായീകരിച്ച് നിൽക്കാൻ പറ്റിയ ഒന്നുമില്ല. കത്രിക ഉള്ളിൽ കുടുങ്ങിയ അയാൾ മരിച്ചുപോയി, അയാളോട് ഹാജരാവാൻ നോട്ടീസ് കൊടുക്കുന്നൊരു വകുപ്പ്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ പറയാം, പക്ഷേ നിരവധി ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാകുന്നു. അതിലൊന്നും ന്യായീകരിക്കാൻ പറ്റിയ ഒന്നുമില്ല, അതിനെ മറികടക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ വന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിജീവി സഖാവിൻ്റെ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്. അതായത് വീണ ജോർജ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഒരു സോഫ്റ്റ് ടാർഗറ്റാണ്. കാരണം പതിറ്റാണ്ടുകളുടെ അനുഭവപരിചയമുള്ള CPM നേതാക്കളുടെ അടുത്തേക്ക് ചെല്ലാൻ പ്രതിപക്ഷത്തിൻ്റെ ഈ യൂത്ത് കോൺഗ്രസിനോ SFIക്ക് കഴിയില്ല. കാരണം അവർക്ക് വേറൊരു ഓറയുണ്ട്, അതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല. പക്ഷേ ഇവരൊരു സോഫ്റ്റ് ടാർഗറ്റാണ്, അതുകൊണ്ടുകൊണ്ട് ഇവർ ആക്രമിക്കുകയാണ്. അതിന് വളം വച്ചു കൊടുത്തത്, അവരൂടി ശ്രദ്ധിക്കണം, അതിന് വളം വച്ചു കൊടുത്തത് കേരളത്തിലെ മാപ്രകളാണ്. ഈ മാപ്രകൾക്ക് എന്താണ്? മുൻ മാപ്രയായ വീണ ജോർജിനോടുള്ള കുശുമ്പാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. വേറെ നറേറ്റീവ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാണ്. അത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരു വകുപ്പ്, ആ വകുപ്പിൻ്റെ എതിരെ മന്ത്രിക്കെതിരെ സ്വാഭാവികമായും ഉണ്ടാകുന്ന, നമ്മൾ ചുമ്മാ ഒന്ന് ആലോചിക്കും. ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിൽ ഒരു ആരോഗ്യവകുപ്പെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് ദേജാവു ഒക്കെ തോന്നുന്നുണ്ട് ചില സമയത്ത്. ഈ ആൻ്റണിയുടെ കാലത്തുണ്ടായ സമരങ്ങൾ, AK ആൻ്റണിയുടെ കാലത്തുണ്ടായ സമരങ്ങൾ, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായ സമരങ്ങൾ, ഈവൻ VSൻ്റെ കാലത്ത് തന്നെ ഉണ്ടായ VS ഭരണകൂടത്തിനെതിരെ ഉണ്ടായ സമരങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ പ്രതികരണമാണോ? ഒന്നാമത് ഈ കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ
3-4 പേരുണ്ടെങ്കിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നൊരു പണിയാണ്. CPM ഒക്കെ നടത്തുന്ന സമരം പോലെയല്ല. CPM സമരത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ കല്ലെറിയാൻ പോയ ആ സമരത്തിൽ 100-ലധികം ആളുകളുണ്ടായിരുന്നു. അത്രയും പേർക്കെതിരായിരുന്നു കേസ്. ഇതങ്ങനെയല്ല, 2-3 പേരുണ്ടെങ്കിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നൊരു സമരമാണ്. അതൊരു സ്വാഭാവികമായിട്ട് അത് അംഗീകരിക്കപ്പെടേണ്ട സമരമാണ്. പക്ഷേ പിണറായി വിജയൻ്റെ കാലത്ത് ഇത്തരം കരിങ്കൊടി സമരങ്ങൾക്കെതിരെ UAPA വരാനുള്ള സാധ്യത കൂടിയുണ്ട്. മോദി UAPA ചുമത്തിയിട്ടുണ്ട് കരിങ്കൊടി സമരങ്ങൾക്കെതിരെ. വിമാനത്തിനകത്ത് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിന് വധശ്രമത്തിനായിരുന്നു കേസ്. പിന്നെ കാപ്പയും എന്തൊക്കെ നോക്കാം. അപ്പോൾ അങ്ങനെയാണത് നേരിടുന്നത്. പക്ഷേ നോക്കുക, അവിടെയും എന്താണ് ഈ സമരങ്ങൾ ഇനിയും തുടരാനും സാധ്യതയുണ്ട്. കാരണം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഇനിയും ചില കാര്യങ്ങൾ പുറത്തു വന്നേക്കാം. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്ന വകുപ്പ് ആരോഗ്യവകുപ്പാണ്. എങ്കിൽ അതൊന്ന് ഷിഫ്റ്റ് ചെയ്തേക്കാം എന്നുള്ളതാണോ ഈ തന്ത്രം? അതായത് ഈ സമരക്കാർ ആക്രമിച്ചു, ഞാൻ പറയുന്നത് വീണ ജോർജിന് വേദനിച്ചു എന്ന അവരുടെ അഭിപ്രായത്തിൽ ഞാനതിൽ സംശയം പ്രകടിപ്പിക്കാനില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഉന്തും തള്ളിലോ ഒക്കെ നിൽക്കുക. അവർക്ക് 49 വയസ്സുണ്ട്. അപ്പോൾ ഒരു ഉന്തിനും തള്ളിലും വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതിഷേധത്തിൽ നമ്മുടെ കഴുത്തൊക്കെ ഇടറിപ്പോകാം, കഴുത്തിടറാം, അങ്ങനെ നമുക്ക് വേദന എടുക്കാം. ചിലപ്പോൾ അത് അപ്പം അറിയണമെന്നില്ല, അത് കഴിഞ്ഞ് അവർ ചെന്നിരിക്കുമ്പോഴായിരിക്കും അറിയുക. ഷോൾഡർ പെയിൻ വരാം, കഴുത്തിന് വേദന വരാം. അത് ഞാൻ അതിൽ സംശയിക്കാനില്ല. അവർക്ക് വേദനിച്ചോ പരിക്കേറ്റോ അവർക്ക് ക്ഷതമുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. എൻ്റെ പ്രശ്നം അത് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ഒരു രീതിയിൽ അതൊക്കെ എന്താണ്, മുമ്പ് വിമാനത്തിനകത്ത് മുഖ്യമന്ത്രി ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അവിടെ കൊല്ലാൻ ശ്രമിച്ചില്ലെങ്കിൽ EP ജയരാജൻ അവരെയാണ് ആക്രമിക്കുന്നത് നമ്മൾ കണ്ടത് അതിൻ്റെ വിഷ്വലുകൾ. അപ്പോൾ അത് കുറച്ച് എക്സസ്സാണ് എന്ന് മാത്രമല്ല, അതിനുശേഷം തന്നെ ചില മുദ്രാവാക്യങ്ങൾ, അതായത് ജിമ്മി പറഞ്ഞല്ലോ, അതായത് കൊല്ലത്ത് കിടന്നൊരു മുദ്രാവാക്യത്തിൻ്റെ ദൃശ്യം കണ്ടു. കൊല്ലത്താണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത്. അതിൽ പക്ഷേ നിങ്ങൾ രസം കേൾക്കണം, ഇത് ബാക്കി നിന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. ഞാൻ അത് ആവർത്തിച്ച് കണ്ടു ആ വിഷ്വൽ. ചിന്ത മുദ്രാവാക്യം ഏറ്റു വിളിക്കുന്നില്ല. അതുവരെ കൈ ഉയർത്തി മുദ്രാവാക്യം വിളിച്ച ചിന്ത ആ മുദ്രാവാക്യം വന്നപ്പോൾ കൈ താഴ്ത്തിയിടുകയാണ്. അവർക്ക് അതിനുള്ള വകതിരിവുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ബോറാണ്. പക്ഷേ നിഷാദ് ചോദിച്ചതുപോലെ ഇതുകൊണ്ടൊക്കെ ഇത് മാറ്റിമറിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആളുകളുടെ മെമ്മറി, എനിക്ക് തോന്നുന്നത് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിനെ ആളിക്കത്തിക്കാനുള്ള പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കീ ഇഗ്നീഷൻ എന്താണ്? അത് ശബരിമലയാണ്. അത് വീണ ജോർജോ അല്ലെങ്കിൽ ഇപ്പോൾ ഡാറ്റ ചോർച്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുഫണ്ട് ഉപയോഗിച്ചുള്ള PR ഇത്തരം കാര്യങ്ങളിലല്ല. ഈ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിൻ്റെ കീ ഇഗ്നീഷൻ എന്ന് പറയുന്നത് ശബരിമലയാണ്. അത് മറപ്പിച്ച് കളയാൻ ഇനി മറ്റു വിഷയങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല. അത് ആളുകളുടെ ശബരിമല വിഷയം വളരെ സട്ടിലായിട്ട് ആളുകളുടെ ഉള്ളിൽ കിടക്കുന്ന കനലാണ്. അത് മറപ്പിച്ച് കളയാൻ വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതല്ലാതെ ഇപ്പോൾ പ്രതിപക്ഷം ഇനിയിപ്പോൾ ഡാറ്റ വിഷയം, ആരോഗ്യവകുപ്പ്, ഇപ്പോൾ വീണ ജോർജിൻ്റെ വകുപ്പ് തന്നെ എടുത്തുകൊണ്ട് നമുക്ക് ഇലക്ഷൻ വരെ മുമ്പോട്ട് പോകാം എന്ന് നോക്കിയാലും കാര്യമില്ല. ജനങ്ങളുടെ മെമ്മറിയിൽ അത് ശബരിമലയാണ്. അത് വേറെ ഇതിൽ മാറ്റി കളഞ്ഞാലേ ആ ഭരണവിരുദ്ധകാരം മറികടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് ചെയ്യാൻ സർക്കാരിന് കഴിയും. ഓക്കെ, ഹൈലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സമരത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ അവരുടെ കഴുത്തിന് ഒരു വേദന എടുത്തു എന്ന് അവർ പറയുന്നു. നമ്മളതിനെ വാല്യൂ ചെയ്യുന്നു, തള്ളിക്കളയുന്നില്ല. അവരുടെ വേദന അവർക്കാണല്ലോ അറിയുക. പക്ഷേ അതിൻ്റെ പേരിൽ കൊല്ലാൻ ആയുധവുമായി വന്നു എന്ന് FIR ഇടുന്നതിൻ്റെ യുക്തി പിടികിട്ടുന്ന ഒന്നല്ല. അത് ഭരണകൂടത്തിൻ്റെ അതിക്രിയയാണ്, പരിധി കവിഞ്ഞിട്ടുള്ള ഇടപെടലാണ്. രണ്ടാമത്തെ കാര്യം, സ്റ്റിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ, അതിനകത്തുണ്ടായിട്ടുള്ള പിഴവുകൾ അവിടെ നിൽക്കുകയാണ്. അതിന് സർക്കാർ ആൻസർ ചെയ്യുകയും പേ ചെയ്യുകയും ചെയ്യേണ്ടി വരും. അത് വേറെ തന്നെയും വിഷയമാണ്. ആ യാഥാർത്ഥ്യത്തോടെ നിൽക്കുന്നു.